ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലോട്ട് നമസ്കാരം. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് സിലോപ്പി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സിലോപ്പി വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മളിത് ചട്ടി അടപ്പ് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കുറച്ച് സവോള, അതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യണം. അത് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം അതിലോട്ട് കുറച്ച് തക്കാളി, കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട്, തക്കാളി ഒരെണ്ണം എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കുഞ്ഞായിട്ട്. എന്നിട്ട് അതും കുറച്ച് വേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ കൂട്ടെല്ലാം വാടി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 സ്പൂൺ മുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അരപ്പൊന്ന് നന്നായിട്ട് ഒന്ന് മൂത്ത് വരണം കേട്ടോ, അല്ലെങ്കിൽ ഒരു പച്ചച്ചുവ ഉണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴേക്കും അതിനായിട്ട് ആവശ്യത്തിനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. പിന്നെ പുളി ആവശ്യം അനുസരിച്ച്, ഇപ്പോൾ ചിലവർക്ക് പുളി കൂടുതൽ വേണമായിരിക്കും കറിക്ക്, ചിലവർക്ക് കുറച്ച് മതിയായിരിക്കും. അപ്പം ഞാനൊരു വലിയ കഷ്ണം പുളി എടുത്തിട്ട് 4ആയിട്ട് കീറിയാണ് ഇടുന്നത്. അപ്പോൾ ആവശ്യാനുസരണം ഇട്ടാൽ മതി എല്ലാവരും കേട്ടോ. അപ്പോൾ ഇത് അരപ്പൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ശേഷം അത് തിളയ്ക്കാൻ വെക്കുവാണ്. അതിലോട്ടൊരു കറുവപ്പട്ടയുടെ ഒരു ഇല ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഈ കറുവേല ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കറിക്ക്. അപ്പോൾ അത് നന്നായിട്ട് അരപ്പൊക്കെ തിളച്ച് വന്ന് കഴിയുമ്പോഴേക്കും അതിലോട്ട് നമ്മുടെ മീനെല്ലാം പെറുക്കി ഇടണം. എന്നിട്ട് അതെല്ലാം വേഗം വെക്കുക ഇനി കുറച്ച് നേരത്തേക്ക്. അപ്പോൾ ഇത് കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ട് അത് നന്നായിട്ട് തേങ്ങാപ്പീര നന്നായിട്ട് തിരുമ്മി അതിൻ്റെ പാല് കുറച്ചെടുത്തിട്ട് അതിലോട്ട് ഒഴിച്ച് കൊടുക്കണം. ഒരു അരിപ്പ് എടുത്തിട്ട് അരിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിലോട്ട് ആ തേങ്ങ വീഴാതെ പാല് മാത്രം അതിൽ വീണോളൂ. എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് വറ്റിക്കാനായിട്ട് വെക്കണം. ചാറങ്ങനെ അധികം വേണ്ട. അപ്പം നന്നായിട്ട് അത് കുറുകി വരും. കുറച്ച് നേരം വറ്റിക്കാനായിട്ട് വയ്ക്കണം. കുറച്ച് വേപ്പിലേക്ക് എടുത്ത് പുറത്തിട്ട് കൊടുത്ത് ലേശം എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിപ്പോൾ അവസാനം ഞങ്ങൾ കുറച്ച് ഇടിച്ച മസാലയാണ് ഇടുന്നത്. ഇടിച്ച മസാലയൊക്കെ ഇട്ടാൽ നല്ല സൂപ്പർ ടേസ്റ്റ് വരും. അപ്പോൾ ഇങ്ങനെ വെക്കാത്തവരൊക്കെ ഒന്ന് വെച്ച് നോക്കിക്കോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കറി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. എല്ലാവരുടെ വീടുകളിലും ഇങ്ങനെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇതുപോലെയൊക്കെ പൊടിക്കൈ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ. ടാറ്റാ.